ഗവർണറും തമിഴ്നാട്ടിൽ നിന്നുള്ള മുതിർന്ന BJP നേതാവുമായ CP രാധാകൃഷ്ണനെ NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുത്തത് ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമായ നീക്കമാണ്. BJP പാർലമെന്ററി ബോർഡ് യോഗത്തിലാണ് ഈ നിർണായക തീരുമാനം കൈക്കൊണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെയും നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിന് ശേഷം നദ്ദയാണ് പ്രഖ്യാപനം നടത്തിയത്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ 9 നടക്കുന്നത്. ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് നൽകാത്ത സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യം സ്ഥാനാർത്ഥിയെ നിർത്തിയേക്കുമെന്നാണ് സൂചനകൾ. എങ്കിലും പാർലമെന്റിലെ NDAയുടെ ഭൂരിപക്ഷം പരിഗണിക്കുമ്പോൾ രാധാകൃഷ്ണന്റെ വിജയം ഏതാണ്ട് ഉറപ്പാണ്. ഈ സ്ഥാനാർത്ഥിത്വം തമിഴ്നാടിന്റെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമാണ് നൽകുന്നത്. ഡോക്ടർ S രാധാകൃഷ്ണനും R വെങ്കട്ടരാമനും ശേഷം ഉപരാഷ്ട്ര പദവിയിലെത്തുന്ന മൂന്നാമത്തെ തമിഴ്നാട്ടുകാരനാണ് CP രാധാകൃഷ്ണൻ. BJPക്ക് ദക്ഷിണേന്ത്യയിൽ കൂടുതൽ വേരോട്ടമുണ്ടാകാൻ ഈ നീക്കം സഹായകമാകുമെന്നും വിലയിരുത്തപ്പെടുന്നു. ഇതിനു മുൻപ് BJP ഭരണകാലത്ത് M വെങ്കയ്യ നായിഡു ആന്ധ്രയിൽ നിന്ന് ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. RSS ബന്ധം മുതൽ ഗവർണർ പദവി വരെ തിരുപ്പൂർ സ്വദേശിയായ CP രാധാകൃഷ്ണൻ ചെറുപ്പം മുതലേ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു. 16-ാം വയസ്സിൽ രാഷ്ട്രീയ സ്വയം സേവക് സംഘിലൂടെ പൊതുപ്രവർത്തന രംഗത്തെത്തിയ അദ്ദേഹം ജനസംഘത്തിലും പ്രവർത്തിച്ചു. ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ബിരുദം നേടിയ അദ്ദേഹം സ്പൈസ് എന്ന പേരിൽ ഒരു വസ്ത്ര ബ്രാൻഡ് സ്ഥാപിക്കുകയും തിരുപ്പൂരിലെ ആദ്യകാല കയറ്റുമതിക്കാരിൽ ഒരാളായി മാറുകയും ചെയ്തു. 1974 ജനസംഘത്തിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെത്തിയ അദ്ദേഹം അടിയന്തരാവസ്ഥക്കെതിരെയുള്ള പോരാട്ടങ്ങളിൽ മുൻനിരയിൽ ഉണ്ടായിരുന്നു. BJPയുടെ രൂപീകരണം മുതൽ അദ്ദേഹം പാർട്ടിയിൽ സജീവമാണ്. 1996 BJP തമിഴ്നാട് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി. 1998 കോയമ്പത്തൂർ സ്ഫോടനത്തിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ 1.5 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് വിജയിച്ചാണ് അദ്ദേഹം ആദ്യമായി ലോക്സഭയിൽ എത്തിയത്. 1999 അദ്ദേഹം വിജയം ആവർത്തിച്ചു. ടെക്സ്റ്റൈൽസ് സ്ഥിരം സമിതിയുടെ അധ്യക്ഷനായി പ്രവർത്തിച്ച അദ്ദേഹത്തിന്റെ വസ്ത്ര കയറ്റുമതി രംഗത്തെ മുൻ പരിചയം ഈ പദവിയിൽ ഏറെ ഗുണം ചെയ്തു. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിലും പ്രസംഗിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. 2004 BJP സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റ രാധാകൃഷ്ണൻ പാർട്ടിക്ക് വേരോട്ടം കുറഞ്ഞ തമിഴകത്ത് 19,000 കിലോമീറ്റർ നീണ്ട രഥയാത്രയും 2 പാദയാത്രകളും നയിച്ച് ശ്രദ്ധ നേടി. നദീ സംയോജനം, തീവ്രവാദ നിർമ്മാർജ്ജനം, ഏക സിവിൽ കോഡ്, ലഹരി വിരുദ്ധ പദ്ധതികൾ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഈ യാത്രകൾ. 2016 കൊച്ചിയിലെ കയർ ബോർഡ് ചെയർമാനായി ചുമതലയേറ്റ അദ്ദേഹം 4 വർഷത്തിനിടെ കയർ കയറ്റുമതി സർവകലാശാല റെക്കോർഡായ 2,532 കോടി രൂപയിലെത്തിച്ച് മികവ് തെളിയിച്ചു. 2023 ഫെബ്രുവരിയിൽ ജാർഖണ്ഡ് ഗവർണറായി ചുമതലയേറ്റ രാധാകൃഷ്ണൻ 4 മാസത്തിനകം സംസ്ഥാനത്തെ 24 ജില്ലകളിലും സഞ്ചരിച്ച് ജനങ്ങളുമായും ഉദ്യോഗസ്ഥരുമായും സംവദിച്ചു. പിന്നീട് 2024 ജൂലൈ 31 അദ്ദേഹം മഹാരാഷ്ട്ര ഗവർണറായി. ഇടക്കാലത്ത് തെലങ്കാനയുടെയും പുതുച്ചേരിയുടെയും ആക്ടിംഗ് ഗവർണർ പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ഉപരാഷ്ട്ര പദവി ഒഴിഞ്ഞ ജഗദീപ് ധൻഖറിന്റെ രാജി ദേശീയ തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ സംഘപരിവാർ പശ്ചാത്തലമുള്ള എന്നാൽ സർക്കാരിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളെയാണ് BJP ഈ സ്ഥാനത്തേക്ക് പരിഗണിച്ചത്. CP രാധാകൃഷ്ണന്റെ ദീർഘകാലത്തെ RSS ബന്ധവും സംഘടനാ പ്രവർത്തന പരിചയവും ഈ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പരിഗണിക്കാൻ കാരണമായി. തമിഴ്നാടിന്റെ മോദി എന്ന വിശേഷണം പോലും പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ പ്രധാനമന്ത്രി മോദിയെയും JP നദ്ദയെയും NDA ചുമതലപ്പെടുത്തിയിരുന്നു. കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ, രാജ്നാഥ് സിംഗ്, സർബാനന്ദ സോനോവാൾ തുടങ്ങിയ പ്രമുഖർ ഉൾപ്പെടെ പാർലമെന്ററി ബോർഡ് വിവിധ പേരുകൾ ചർച്ച ചെയ്ത ശേഷമാണ് രാധാകൃഷ്ണന്റെ പേര് തിരഞ്ഞെടുത്തത്. പ്രതിപക്ഷവുമായി സമവായത്തിൽ എത്തി അദ്ദേഹത്തെ ഏകകണ്ഠമായി തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുമെന്ന് JP നദ്ദ അറിയിച്ചെങ്കിലും പ്രതിപക്ഷം സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തിയേക്കുമെന്നാണ് സൂചന. പ്രതിപക്ഷത്തിന് പരാജയം ഉറപ്പാണെങ്കിലും ഈ നീക്കം BJPക്കെതിരെ ഒരു രാഷ്ട്രീയ നിലപാടെടുക്കാൻ അവരെ സഹായിക്കും. രാഷ്ട്രീയത്തിനപ്പുറം ഒരു മികച്ച കായിക താരം കൂടിയാണ് CP രാധാകൃഷ്ണൻ. ചെറുപ്പത്തിൽ ദീർഘദൂര ഓട്ടക്കാരനും ടേബിൾ ടെന്നീസ് കളിക്കാരനുമായിരുന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലുടനീളം ഈ കായിക മനോഭാവം പ്രകടമാണ്.
16-ാം വയസ്സിൽ തുടങ്ങിയ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു ട്രാക്ക് മാറ്റമില്ലാതെ ഓടിയതിന്റെ അംഗീകാരമാണ് ഈ സ്ഥാനാർത്ഥിത്വത്തെ പാർട്ടി നേതൃത്വം കാണുന്നത്. ജഗ്ദീപ് ധൻഖറിന്റെ അപ്രതീക്ഷിത രാജിക്ക് ശേഷം BJPക്ക് ധൈര്യത്തോടെ ബാറ്റൺ കൈമാറാൻ കഴിയുന്ന ഒരു വ്യക്തിയായി രാധാകൃഷ്ണനെ അവർ കാണുന്നു.